പറയിപെറ്റ പന്തിരുകുലം കേരളത്തിന്റെ ഐതിഹ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിസ്മയം. വിദ്വാനായ വരരുചിക്കും പറയ സമുദായക്കാരിയായ പഞ്ചമിക്കും ജനിച്ച 12 മക്കൾ. അതിൽ രണ്ടാമനായി ജനിച്ചവൻ മുറം മെടഞ്ഞ് ജീവിച്ച ഒരു സാധാരണക്കാരൻ എന്ന് ലോകം കരുതിയെങ്കിലും യഥാർത്ഥത്തിൽ അവൻ ഒരു മഹാജ്ഞാനിയായിരുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പന്തിരുകുലത്തിലെ രണ്ടാമനായ പാക്കനാരെ കുറിച്ചാണ്. പാണ്ഡിത്യം കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടും ലാളിത്യം കൊണ്ടും ലോകത്തെ അത്ഭുതപ്പെടുത്തിയ മഹാമനീഷിയായിരുന്നു അദ്ദേഹം. പാലക്കാട് തൃത്താലയിലെ ഈന്തപ്പനക്കാടുകളിലായിരുന്നു പാക്കനാരുടെ താമസം. അദ്ദേഹം ഒരു പറയ കുടുംബത്തിലായിരുന്നു വളർന്നത്. എല്ലാ ദിവസവും താനും ഭാര്യയും ചേർന്ന് 10 മുറങ്ങൾ മെടയും. ഈന്തപ്പനയോലകൾ കൊണ്ട് നിർമ്മിക്കുന്ന ഈ മുറങ്ങൾക്ക് അദ്ദേഹം വലിയൊരു തുക വില പറയും. വാങ്ങാൻ വരുന്നവർ അത് നിരസിക്കുമ്പോൾ ഓരോന്നായി 9 എണ്ണം അദ്ദേഹം തിരിച്ചു വാങ്ങും. ഒടുവിൽ കൈവശം അവശേഷിക്കുന്ന ഒരൊറ്റ മുറം വളരെ കുറഞ്ഞ വിലയ്ക്ക് അദ്ദേഹം വിൽക്കും. വാങ്ങുന്നവരുടെ ആർത്തി പരീക്ഷിക്കാനായിരുന്നു അദ്ദേഹം ഈ രീതി പിന്തുടർന്നിരുന്നത്. കിട്ടുന്ന ആ ചെറിയ വരുമാനത്തെ അദ്ദേഹം 4 വിഭജിക്കുമായിരുന്നു. ഒരു ഭാഗം പഴയ കടം വീട്ടാൻ, ഒരു ഭാഗം പുതിയ കടം കൊടുക്കാൻ, മറ്റൊരു ഭാഗം നിലത്തിലാൻ, ബാക്കി വരുന്ന ഭാഗം സ്വന്തം ആവശ്യങ്ങൾക്കായി. ജാതിയുടെയും ഐത്തത്തിന്റെയും കാലത്ത് മനുഷ്യൻ ഒന്നാണെന്നും ഭക്തിയേക്കാൾ വലുത് കർമ്മമാണെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. പാക്കനാരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കഥകളിലൊന്നാണ് യക്ഷിയുമായുള്ള കൂടിക്കാഴ്ച. അർദ്ധരാത്രിയിൽ വഴിയരികിൽ മുറുക്കാനും ചുണ്ണാമ്പും ചോദിച്ചു നടന്ന ചോരദാഹിയായ യക്ഷിക്ക് മുന്നിൽ പാക്കനാർ ഒട്ടും ഭയപ്പെട്ടില്ല. പകരം അവളെ സ്നേഹത്തോടെ മക്കളെ എന്ന് വിളിച്ചു. ആ ഒരൊറ്റ വിളിയിൽ ആ യക്ഷിയുടെ ക്രൗരം ഇല്ലാതായി എന്നാണ് കഥ. ഭയത്തെ സ്നേഹം കൊണ്ടും ജ്ഞാനം കൊണ്ടും കീഴടക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. മറ്റുള്ളവർ മന്ത്രവാദത്തിലൂടെ യക്ഷിയെ തളയ്ക്കാൻ ശ്രമിച്ചപ്പോൾ പാക്കനാർ തന്റെ ആത്മശക്തി കൊണ്ടാണ് അവളെ ശാന്തയാക്കിയത്. പാക്കനാരുടെ സിദ്ധികൾ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളെ പോലും അമ്പരപ്പിച്ചിട്ടുണ്ട്. ജ്യേഷ്ഠനായ അഗ്നിഹോത്രിയുടെ ഇല്ലത്തെ ഉണങ്ങിയ വേലിക്കാലുകൾ തലകീഴായി കുത്തിവെച്ച് അതിനെ തളർപ്പിച്ചത് പാക്കനാരുടെ അത്ഭുത പ്രവൃത്തികളിൽ ഒന്നാണ്. അതുപോലെ മാതാപിതാക്കൾക്ക് ശ്രാദ്ധമൂട്ടുമ്പോൾ അന്തരീക്ഷത്തിൽ കഞ്ഞി വിളമ്പിയ കഥയും പ്രസിദ്ധമാണ്. ആചാരങ്ങളെക്കാൾ വലുത് ഹൃദയശുദ്ധിയാണെന്ന് അദ്ദേഹം തന്റെ ഓരോ പ്രവൃത്തിയിലൂടെയും ലോകത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. മുറം മെടയുന്നവനാണെങ്കിൽ പോലും രാജാക്കന്മാർ പോലും അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു. കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ സമത്വത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ച ആ മഹാജ്ഞാനി ഇന്നും തൃത്താലയിലെ മണ്ണിൽ ജീവിക്കുന്നു. പാക്കനാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുള്ള മറ്റൊരു കഥ ഏതാണ്? കമന്റിൽ പറയൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് പന്തിരുകുലത്തിലെ മറ്റൊരു അത്ഭുതമായ രചകനെ കുറിച്ച് സംസാരിക്കാം.